സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന മൗലാന അബുൽ കലാം ആസാദിന്റെ ജന്മദിനമായ നവംബർ 11 ഇന്ത്യയിൽ നാഷണൽ എഡ്യൂക്കേഷൻ ഡേ ആയി ആചരിക്കുന്നു. വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും രാജ്യത്തിന്റെ വികസനത്തിൽ വിദ്യാഭ്യാസത്തിനുള്ള പങ്കിനെക്കുറിച്ചും അവബോധം സൃഷ്ടിക്കുകയാണ് ഈ ദിനത്തിന്റെ പ്രധാന ലക്ഷ്യം. 1947 മുതൽ 1958 വരെ മൗലാന അബുൽ കലാം ആസാദ് ഇന്ത്യയുടെ പ്രഥമ വിദ്യാഭ്യാസ മന്ത്രിയായി സേവനമനുഷ്ഠിച്ചു. വിദ്യാഭ്യാസ മേഖലയിൽ അദ്ദേഹം നൽകിയ സംഭാവനകളെ മാനിച്ച് 2008 മുതലാണ് ഈ ദിനം ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കാൻ തുടങ്ങിയത്. സ്ത്രീ വിദ്യാഭ്യാസത്തിന് വേണ്ടി ശക്തമായി വാദിച്ച വ്യക്തിയായിരുന്നു മൗലാന അബുൽ കലാം ആസാദ്. സമൂഹത്തിലെ പകുതിയോളം വരുന്ന സ്ത്രീകളുടെ പുരോഗതിക്ക് പരിഗണന നൽകുന്നില്ലെങ്കിൽ ദേശീയ വിദ്യാഭ്യാസം ഉചിതമാകില്ലെന്ന് 1949 സെൻട്രൽ അസംബ്ലിയിൽ അദ്ദേഹം പറഞ്ഞു. രാജ്യത്തിന്റെ ആധുനിക വിദ്യാഭ്യാസ സമ്പ്രദായം രൂപപ്പെടുത്തുന്നതിൽ ആസാദിന്റെ പങ്ക് വളരെ വലുതാണ്. 1920 അലിഗഡിൽ സ്ഥാപിച്ച ജാമിയ മിലിയ ഇസ്ലാമിയ സർവകലാശാലയുടെ സ്ഥാപക അംഗങ്ങളിൽ ഒരാളായിരുന്നു അദ്ദേഹം. വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കെ ആദ്യത്തെ IIT, IISc, സ്കൂൾ ഓഫ് പ്ലാനിംഗ് ആൻഡ് ആർക്കിടെക്ചർ, യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷൻ എന്നിവ സ്ഥാപിക്കപ്പെട്ടു. സംഗീത നാടക അക്കാദമി, ലളിതകലാ അക്കാദമി, സാഹിത്യ അക്കാദമി, ഇന്ത്യൻ കൗൺസിൽ ഫോർ കൾച്ചറൽ റിലേഷൻസ് എന്നിവയുൾപ്പെടെ പ്രമുഖമായ സാംസ്കാരിക സാഹിത്യ അക്കാദമികളും സ്ഥാപിക്കപ്പെട്ടത് അദ്ദേഹത്തിന്റെ കാലത്താണ്.